റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ പടച്ചതമ്പുരാൻ അനുഗ്രഹപൂർണനാണ്. ഹുവൽ ഹയ്യ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇങ്ങനെ പടച്ചവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, നിങ്ങൾക്കെല്ലാം നൽകുന്നവനാണ്. ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം ഫദ്ഉഹു, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ചോദിക്കേണ്ടത്, പറയേണ്ടത് അവരോട് മാത്രമാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി നിങ്ങൾ പടച്ചവരോട് പ്രാർത്ഥിക്കണം കേട്ടോ. അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അഭയം അവനിലേക്ക് തന്നെ അർപ്പിക്കുകയാണ്, അവനോട് തന്നെ തേടുകയാണ്, അവനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. കമനിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ബലിഷ്ഠമായൊരു പാശത്തെ പിടിച്ചവനെ പോലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പേമാരിയിലും, ഏത് കൊടുങ്കാറ്റിലും, ഏത് തിരമാലകൾ വന്നാലും പടച്ചവനല്ലേ എൻ്റെ ജീവിതം നൽകിയത്, പടച്ചവനല്ലേ എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ആഹാര സൗഷ്ഠവങ്ങളും നിയന്ത്രിക്കുന്നത്, അവനല്ലേ എൻ്റെ നെഞ്ചിടിപ്പ് നിയന്ത്രിക്കുന്നത്, അവങ്കലേക്കല്ലേ തിരിച്ചു പോകേണ്ടത്, അവൻ തന്ന ജീവിതത്തിലുള്ള പരീക്ഷണമല്ലേ ഞാൻ അഭിമുഖീകരിക്കുന്നത്. ഈ ചിന്തയോടുകൂടി ജീവിതത്തെ കെടാവിളക്കായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ചവനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു തലത്തിലേക്ക് അവന് എത്താൻ കഴിയുന്നത്. പക്ഷെ പടച്ചവനെ പറ്റി വികലമായ ചിന്തയുണ്ടെങ്കിലോ, പടച്ചോന് എന്ന് പറഞ്ഞ ആ പാപികളായ നമുക്ക് നേർക്കുനേരെ ചോദിക്കാൻ പറ്റാത്ത ആളാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ അടുത്ത ഔലിയാക്കളോട്, അള്ളാഹുവിനോടടുത്ത അമ്പിയാക്കളോടൊക്കെ നമ്മൾ ചോദിക്കുകയും അവർ നമുക്ക് വേണ്ടി പറയുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹു നമ്മൾക്ക് ഉത്തരം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പടച്ചവനെ പറ്റിയുള്ള വികലമായ ധാരണ മാത്രമല്ല, പടച്ചവനെ പറ്റിയുള്ള തെറ്റായ ചിന്ത മാത്രമല്ല, അപകടകരമായൊരു വാദവും കൂടി അവിടെ ഉയർന്നു വരുന്നു. എന്താത്? അള്ളാഹുവിനേക്കാൾ എന്നോട് ഇഷ്ടമുള്ളത്, അള്ളാഹുവിനേക്കാൾ എന്നോട് കരുണയുള്ളത് ആർക്കാ? ഏതെങ്കിലും മക്കാമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വലിയനാണ്, ഊരും പേരും അറിയാത്ത ബീവിക്കാണ്, ഏതെങ്കിലും പ്രവാചകനാണ്, വലിയനാണ്, തങ്ങൾക്കാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനേക്കാളും എന്നോട് ഇഷ്ടവും കരുണയും ഇവർക്കാണെന്ന് വാദിക്കുമ്പോൾ എത്ര ഗുരുതരമായ വാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. കാരണം പടച്ചവനോട് നേർക്കുനേരെ പറയുന്നതിനേക്കാൾ ഇവര് പടച്ചവനോട് പറയുമ്പോഴാണ് ഇവർക്കാണ് നമ്മളോട് കൂടുതൽ കരുണയുള്ളത്, ഇവർക്കാണ് നമ്മളോട് കൂടുതൽ കൃപയുള്ളത്. അങ്ങനെ ഇവര് നമ്മളോടുള്ള കരുണ കൊണ്ട് പടച്ചവനോടൊന്ന് പറഞ്ഞു നോക്കും, പടച്ചോനെ ഈ വരുന്ന അടിയാറുകൾക്ക് നീ നിന്റെ കരുണയൊന്ന് ചൊരിയ്, നീ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യ് എന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നത് എന്ന് ഉയർത്തപ്പെടുന്ന വാദം കേരളീയ സമൂഹത്തില് സമസ്ത എന്ന് പറയുന്ന വിഭാഗം ഖുർആൻ പഠിക്കേണ്ടെന്ന് പറയുന്നതിൻ്റെ ആദ്യമായിട്ടുള്ള അവരുടെ പുസ്തകങ്ങളും അവരുടെ പ്രഖ്യാപനങ്ങളും അവരുടെ ഫത്വകളുമൊക്കെ പരിശോധിച്ചാൽ അന്ന് ജനങ്ങളിലുണ്ടായിരുന്ന അന്ധവിശ്വാസത്തെ അവർ ചൂഷണം ചെയ്തിരുന്നുവെന്നും ആ അന്ധവിശ്വാസത്തിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യം, അറിവില്ലായ്മ അവരിൽ നിലനിന്ന് കാണണമെന്നും ആഗ്രഹിച്ചുവെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ പടച്ചവന്റെ പ്രകാശം തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ലല്ലോ. അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന 10,000-കണക്കിന് ആളുകൾ ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്കുള്ള അവരുടെ പോക്ക് നിന്നപ്പോൾ, ഭണ്ഡാരപ്പെട്ടികളിൽ കൊണ്ടുപോയിടുന്ന പണം നിലച്ചപ്പോൾ, കൂട്ടുകളും മറ്റ് താല്പര്യങ്ങളും മറ്റ് അന്ധവിശ്വാസങ്ങളിലൂടെയും ആളുകളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, പടച്ചവനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, പടച്ചവനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഏകനായ പടച്ചവനിലേക്ക് ക്ഷണിക്കുമ്പോൾ മനുഷ്യരൊന്നാവുകയാണ്. കാരണം അള്ളാഹുവിന് വർഗീയതയില്ലല്ലോ, പടച്ചവന് വർഗീയതയില്ലല്ലോ. അവൻ എല്ലാവരുടെയും പടച്ചവനാണ്, അവൻ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്നവനാണ്, അവൻ എല്ലാവരുടെയും മനസ്സ് കാണുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഏകനായ സട്ടാവിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ മനുഷ്യരൊന്നാകുന്നു, മനുഷ്യർക്ക് സമാധാനം കൈവരുന്നു. അവനിൽ നിന്ന് വിട്ടുപോയാലോ കാണിക്കകളും നൈവേദ്യങ്ങളും അർപ്പിക്കേണ്ടി വരുന്നു. പണം കൊടുത്താൽ മാത്രം പ്രസാദിക്കുന്ന പടച്ചവനെ പരിചയപ്പെടുത്തുന്നു. എത്രത്തോളം എത്തി? ദിക്റുകളെ കച്ചവടമാക്കി, സ്വലാത്തിനെ കച്ചവടമാക്കി, ആത്മീയതയിലൂന്നിയ ആരാധനകളെ മുഴുവനത്തെയും കച്ചവടമാക്കി. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടല്ലോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെന്ന പേരിൽ പോലും കേരളത്തിൽ കൊണ്ടുവന്ന് അതുപോലും കച്ചവടവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കേരളീയ സമൂഹത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് എന്തിൻ്റെ പേരിലാ?
അവരിൽ അന്ധവിശ്വാസത്തിൻ്റെ വെളിച്ചം തടഞ്ഞു നിർത്തിയതിൻ്റെ ഫലം പൗരോഹിത്യത്തിന് ഉപയോഗപ്പെടുത്താമെന്നുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഖുർആൻ നമുക്ക് തിരിയില്ല എന്ന് പറയുന്ന വാദത്തെ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഖുർആൻ പഠിക്കണമെന്നും അത് പകർത്തണമെന്നും അതിനെപ്പറ്റി ചിന്തിക്കണമെന്നും അതിനെപ്പറ്റി ഉറ്റാലോചിക്കണമെന്നും അത് പഠിക്കുന്നവരാണ് രക്ഷപ്പെടുന്നവരെന്നും അത് തങ്ങളുടെ ഇമാമാണെന്ന് പറയുന്നവരാണ് ഖബറിലുള്ള മറുപടി ശരിയായ രൂപത്തിൽ മറുപടി പറയുന്നവരെന്നും പരലോകത്തവർക്ക് ശുപാർശ പറയുമെന്നുമൊക്കെ ഖുർആനിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വാചകങ്ങളിലൂടെ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആളുകളെ ഖുർആൻ പഠിക്കാൻ താല്പര്യം കാണിച്ചു. അതുകൊണ്ട് തന്നെ ഉണ്ടായ മാറ്റമെന്താ? സ്വന്തം ജീവിതത്തിൽ പടച്ചവനെ പറ്റിയുള്ള ബോധമുണ്ടായി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ജൽപ്പനങ്ങളല്ല. നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും അവരവരുടെ ന്യായീകരണമാണല്ലോ, അല്ലേ? ഓരോരുത്തർക്കും അവരവരുടെ ന്യായീകരണങ്ങൾ. എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ അനാചാരങ്ങളും ചെലവഴിച്ചു പോകുന്നത് എങ്ങനെയാ? അത് മറ്റേ ഉസ്താദ് പറഞ്ഞതാ, അത് ഈ ഉസ്താദ് പറഞ്ഞതാ, അതാ ഷേഖ് തുടങ്ങിയതാ, അത് ഈ ഉസ്താദ് തുടങ്ങിയതാ, അത് ഈ തങ്ങൾ തുടങ്ങിയതാ, അത് ഈ മഹാന് തുടങ്ങിയതാ. മഹാന്മാരുടെയും തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും ഷേഖന്മാരുടെയും കീഴിൽ ഇസ്ലാമിനെ കൊണ്ടുപോയി വച്ചപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് തോന്നുന്നത് ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോരുത്തർക്കും അവരവർക്ക് തോന്നുന്ന ഏർപ്പാടുകൾ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിപ്പറയാൻ തുടങ്ങി. നിങ്ങളൊന്ന് ചെറുബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്ക്. ഇസ്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ താല്പര്യത്തിനുണ്ടാക്കാൻ പറ്റുന്നതായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് മൊത്തം 160 കോടിയോളം മുസ്ലിമീങ്ങളില്ലേ? ഞാൻ എൻ്റെ വക ഒരു സലാത്തുണ്ടാക്കി, ഞാൻ എൻ്റെ വക ഒരു സലാത്തിൻ്റെ പോരിസുണ്ടാക്കി, നിങ്ങൾ നിങ്ങളെ വക ഒരു ദിക്റുണ്ടാക്കി, മറ്റാളെ വക ഒരു സലാത്തുണ്ടാക്കി. ഇസ്ലാമിൻ്റെ രൂപം എത്ര കോലത്തിലുണ്ടാകും? 160 കോടി രൂപത്തിലുള്ള ഇസ്ലാം. ഏതാണ് ശരിയായ ഇസ്ലാം? ഏതാണ് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇസ്ലാം? ഏതാണ് സ്വർഗത്തിലെത്തുന്ന ഇസ്ലാം? വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, നേർവഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഖുർആനിൻ്റെ ഈ വാചകം 17 തവണ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിൻ്റെ പാത അത് ഓരോരുത്തർക്ക് തോന്നിയതാണെങ്കിൽ ഇസ്ലാം പിന്നെ എവിടെയാണ് പ്രിയമുള്ളവരെ ക്ലിപ്തമാകുന്നത്? എവിടെയാണത് കാമിലാകുന്നത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, മതത്തിൻ്റെ പൂർത്തീകരണം നിർവഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മാഇദയുടെ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇസ്ലാമിലെ മൻഹിയാത്തുകൾ, ഇസ്ലാമിൻ്റെ ഫറായിലുകൾ, ഇസ്ലാമിൻ്റെ നവാഫിലുകൾ, ഇസ്ലാമിൻ്റെ നിർബന്ധങ്ങൾ, ഇസ്ലാമിൻ്റെ ഐച്ഛിക കർമ്മങ്ങൾ, ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങൾ ഒക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. അവിടുന്ന് പഠിപ്പിക്കാത്ത, അവിടുന്ന് കാണിച്ചിട്ടില്ലാത്ത, അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത പുണ്യകർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും സുന്നത്തുകളും ആർക്കും ഇവിടെ ഉണ്ടാക്കാൻ അവകാശമില്ല എന്നാണെങ്കിൽ നമ്മൾ ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് ഖുർആനിലേക്കും ആ ഖുർആൻ വിശദീകരിച്ചതെന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കുമായിരുന്നുവെന്ന് പറയാൻ കാരണം സമൂഹത്തെ പലരും കൊണ്ടുപോയത് തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതിനവരവർ സ്വയം ന്യായീകരണമുണ്ടാക്കി, അവരവർക്ക് തോന്നുന്നതൊക്കെ ദീനുണ്ടാക്കി. നമ്മുടെ നാടുകളിലൊക്കെ ഈ കൂട്ടായ്മക്ക് വന്നിട്ടുള്ളത് വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള പഠിതാക്കളാണ്. നമുക്കൊക്കെ അനുഭവമുണ്ടാകുമില്ലേ? ഖുർആൻ പഠിക്കുന്നതിനെ പറ്റി നിരുത്സാഹപ്പെടുത്തിയത്, വലിയ ഖുർആൻ പഠിതാവ് എന്ന് പരിഹസിച്ചത്, ഖുർആൻ ഇപ്പം നമുക്ക് തിരിയോ എന്ന് ചോദിച്ചത്, പടച്ചോൻ പറയുന്ന ഖുർആൻ നമുക്കെങ്ങനെയാ തിരിയാന്ന് ചോദിച്ചത് അല്ലേ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ വളരെ എളുപ്പമാണെന്ന് ഖുർആൻ പറയുമ്പോൾ പടച്ചോൻ പറയുന്നു നമുക്ക് തിരിയില്ല എന്ന് പൗരോഹിത്യം പറയുന്നു. എന്നിട്ടോ ഓരോ നാട്ടിലും ഓരോ ഉസ്താദിന് കൂടുതൽ കൂടുതൽ പട്ടവും അംഗീകാരവും ലഭിക്കുന്നത് എങ്ങനെയാ? ഒരാൾ വന്നാൽ അയാൾ ആ നാട്ടിൽ പുതിയൊരു സലാത്ത് തുടങ്ങണം, അയാൾ ജുമഅക്ക് ശേഷം പ്രത്യേകം ഒരു പ്രാർത്ഥന തുടങ്ങിയാൽ ആൾക്കാർ പറയും ഈ ഉസ്താദ് വന്നപ്പോഴാണ് ദുആക്ക തുടങ്ങിയത്, മറ്റേ ഉസ്താദ് വന്നപ്പോഴാണ് സലാത്തൊക്കെ തുടങ്ങിയത്. ആള് നല്ല ആളാ. ഇസ്ലാമിൽ ഇങ്ങനെ പുതിയതൊക്കെ കടത്തിക്കൊണ്ടുവന്നവർക്ക് ആളുകൾ അംഗീകാരം കൊടുക്കുമ്പോൾ ഇത് തെറ്റാണെന്നും ഇത് ശരിയല്ല എന്നും ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതല്ല എന്നും ഇത് നമ്മൾ ചെയ്തുകൊണ്ട് പരലോകത്ത് പ്രതിഫലം ലഭിക്കുകയില്ല എന്നും ജനങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് കിട്ടിയ പ്രമാണമെന്താ? അത് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമുള്ള വെളിച്ചമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച സമുദായം മുത്തുനബി ഇങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇതാണ് എന്ന് പറഞ്ഞാലും അതിനല്ല പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഈ ഉസ്താദ് പറഞ്ഞതും ആ ശൈഖ് പറഞ്ഞതും ആ തങ്ങൾ പറഞ്ഞതുമെന്ന് പറഞ്ഞ് സമുദായത്തെ അന്ധവിശ്വാസത്തിലേക്ക്, സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുടെ പിന്നിൽ നിൽക്കുമ്പോഴാണ് ആര് പറഞ്ഞാലും അവർ പറയുന്നതിൻ്റെ പിൻബലം എന്താണെന്ന് നമ്മളൊന്ന് നോക്കണം എന്ന് സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ട് ഖുർആനിലേക്ക് ആളുകളെ വിളിച്ചത്. ആദ്യകാലഘട്ടങ്ങളിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ഖുർആൻ പഠിക്കേണ്ടതില്ല, ഖുർആൻ നമ്മൾ പകർത്തേണ്ടതില്ല, ഖുർആൻ നമുക്ക് തിരിയുകയില്ല എന്ന് പഠിപ്പിച്ച അത്തരം ആളുകൾ പിന്നീട് അവരുടെ രൂപം മാറ്റി, അവരൊന്ന് പ്രയോഗത്തിൻ്റെ ശൈലി, എതിർപ്പിൻ്റെ ശൈലിയൊന്ന് മാറ്റി. പിന്നെ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഖുർആൻ പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇനി നടപ്പുള്ള കാര്യമല്ല. കാരണം ഖുർആൻ നമുക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി മാർഗം ഒന്നേയുള്ളൂ. ഏതൊരു വഴിയിലേക്കാണോ അവർ പോകുന്നത് ആ വഴിയിൽ നമ്മളും ചാടിയിറങ്ങണം. എന്നിട്ടോ പോകുന്ന വഴിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകണം. അഥവാ നേർമാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമുദായത്തെ വഴിപഴപ്പിക്കാൻ ഇനി സ്വീകരിക്കാനുള്ള സമീപനം നമ്മളും ഖുർആൻ കയ്യിലെടുക്കുക. എന്നിട്ട് ഖുർആനിന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ മുഫസ്സിരീങ്ങളോ പറഞ്ഞു തന്നിട്ടില്ലാത്ത വ്യാഖ്യാനങ്ങൾ, പറഞ്ഞു തന്നിട്ടില്ലാത്ത വിശദീകരണങ്ങൾ, പറഞ്ഞു തന്നിട്ടില്ലാത്ത ആശയങ്ങൾ നമ്മുടെ വകയങ്ങ് പ്രഖ്യാപിച്ചേക്കണം. ജാഹിലീങ്ങളായ കൗമുകൾ ആ ഖുർആനാണെന്ന് പറഞ്ഞ് അത് സ്വീകരിക്കാൻ തയ്യാറായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഈ ഗുരുതരമായ പ്രവണതയാണ് കേരളീയ സമൂഹത്തിൽ നവോത്ഥാന പ്രസ്ഥാനം നേരിട്ട രണ്ടാമത്തെ പ്രതിസന്ധി. ആദ്യകാലഘട്ടങ്ങളിൽ ഖുർആൻ നമ്മുടെ വേദഗ്രന്ഥമാണെന്ന് പഠിപ്പിക്കാൻ പരമാവധി പരിശ്രമിച്ചപ്പോൾ അത് വിജയം കണ്ടു. കാരണം ഖുർആൻ ചോദിക്കുന്ന ചോദ്യം ആരോടാ? അഫലാ യഅഖിലൂൻ, അഫലാ യതദബ്ബറൂൻ, അഫലാ യഅലമൂൻ, അഫലാ യതഫക്കറൂൻ. ഇത് പോത്തുകളോടാണോ? ഇത് ആടുകളോടാണോ? ഇത് പക്ഷികളോടാണോ? പക്ഷികൾക്ക് ചിന്തയുണ്ടോ? പോത്തുകൾക്ക് ബുദ്ധിയുണ്ടോ? ആടുകൾക്ക് തിരിച്ചറിവുണ്ടോ? അവര് പഠിക്കാൻ പറ്റുമോ? ഈ ചോദ്യം മനുഷ്യരോടല്ലേ? ഇത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമല്ലേ? ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? പഠിക്കുന്നില്ലേ നിങ്ങൾ? ആലോചിക്കില്ലേ നിങ്ങൾ? ബുദ്ധി കൊടുക്കുന്നില്ലേ നിങ്ങൾ? ഇത് മനുഷ്യരെ നിങ്ങളോടാണെന്ന് പറഞ്ഞപ്പോ മനുഷ്യരുടെ ചിന്തയുണർന്നു. ഇത് പടച്ചോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്ന ചോദ്യം നമ്മളോട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആനിൻ്റെ വഴിയിലേക്ക് വരണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമൂഹത്തിനിടയിലേക്ക് ഇനി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഖുർആൻ കയ്യിലെടുത്ത് ദുർവ്യാഖ്യാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകളിൽ ഏതെങ്കിലും ഒരായത്ത് തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് അക്കാലം വരെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് പ്രാർത്ഥിക്കാമെന്ന പുത്തൻവാദം കടന്നു വരുന്നത് അങ്ങനെയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസ്അൽ മൻ അർസൽനാ ഓതുന്നത് അങ്ങനെയാണ്. പിന്നീട് ആയത്തുകൾ മാറി മാറി വന്നു. ആളുകൾ ഓരോന്നോരോന്നും പരിശോധിച്ചപ്പോഴും അതൊന്നും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള ആയത്തല്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നീട് അത്തരം ആയത്തുകളുമായി ഇവർ സമൂഹത്തിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ പുതിയ കാലത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ ഖുർആനിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്തു കൂട്ടുന്ന എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും ഖുർആനിൻ്റെ പിൻബലം അല്ലെങ്കിൽ ഹദീസുകളുടെ പിൻബലം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. അവരെ തിരിച്ചറിയുവാൻ, അവരെ വിചാരണ ചെയ്യുവാൻ, അത് തുറന്നു കാണിക്കുവാൻ ഖുർആനിൻ്റെ യഥാർത്ഥ അവകാശികളായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം നെഞ്ചോട് സ്വീകരിച്ച ഈ ആദർശം വിശ്വാസത്തിൽ കൂട്ടിക്കലർത്തി പടച്ചവന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ തയ്യാറാവുക എന്നതേ ഇതിന് പ്രതിരോധ മാർഗമുള്ളൂ. കാരണം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് സ്വാർത്ഥ ലാഭങ്ങളുണ്ട്. നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ലല്ലോ. അള്ളാഹുവിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയാൽ നമുക്കൊന്നും ലഭിക്കാനില്ല. അള്ളാഹു അല്ലാത്തവരിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയാലോ അവർ കൊടുക്കുന്ന കാണിക്കകളും നൈവേദ്യങ്ങളും പടച്ചോന്റെ സമക്ഷത്തിലേക്കല്ലല്ലോ, അത് പടപ്പുകൾക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ, ഇടയാളന്മാർക്കുള്ളതല്ലേ. കാണിക്കകളും നൈവേദ്യങ്ങളും നേർച്ചപ്പെട്ടികളിൽ നിറയുന്ന ഭണ്ഡാരപ്പെട്ടികളിൽ നിറഞ്ഞ നാണയത്തുട്ടുകളും എടുത്തുകൊണ്ടുപോകുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ ആളുകൾ ആരുടെ താല്പര്യപ്രകാരമാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമുണ്ട്.
അതൊക്കെ തങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് മുഖം മിനുക്കുവാനും മുഖമറയിടുവാനും വേണ്ടി ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്ന പണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ല, സ്വാർത്ഥ ലാഭങ്ങളില്ല. അള്ളാഹു അല്ലാത്തവരിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് താല്പര്യങ്ങളുണ്ട്. കാരണം അത്തരം ഏർപ്പാടുകൾ സ്വന്തം പോക്കറ്റിലേക്കുള്ള വരുമാനമാണ്, സ്വന്തം ജീവിതത്തിൻ്റെ വരുമാന മാർഗമാണ്. സ്വന്തം ജീവിതത്തിൽ അല്ലലില്ലാതെ അലട്ടലില്ലാതെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്താ? അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അല്ലേ? മറ്റുള്ള ബിസിനസ്സുകാർക്ക്, വ്യവസായികൾക്ക്, കച്ചവടക്കാർക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്, നഷ്ടപ്പെടാൻ മൂലധനമുണ്ട്. അന്ധവിശ്വാസം വിപണനം ചെയ്യുന്നവർക്ക് അതില്ലല്ലോ. അന്ധവിശ്വാസം വിപണനം ചെയ്യുന്നവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ കച്ചവടം ചെയ്യുന്നത് ആത്മീയതയാണ്. അവർക്ക് കിട്ടുന്നതോ സുഖലോലാണ്, മുന്തിയതരം കാറാണ്, മുന്തിയതരം ഭക്ഷണമാണ്, നല്ല ജീവിതമാണ്. നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം ഒന്നും പേടിക്കേണ്ടതില്ല. പക്ഷെ വിശ്വാസികൾ ഉണരേണ്ടത് എവിടെയാണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നിടത്ത്, വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ വഴി ഖുർആൻ സ്വീകരിച്ച വഴിയാണോ എന്നും നമ്മുടെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച വഴിയാണോ എന്നും പരിശോധിക്കുന്നിടത്ത് ഏതെങ്കിലും ആളുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കേണ്ടുന്ന കാര്യം നമുക്കില്ല. നമുക്കൊരു നേതാവേയുള്ളൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് എന്ത് കൊണ്ടുവന്നോ? ആ നേതാവ് അങ്ങനെ ഖുർആൻ വിശദീകരിച്ചു തന്നോ? ആ നേതാവ് അങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തി തന്നോ? ആ നേതാവ് അങ്ങനെ ഖുർആനിന്റെ ആശയ തലത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്നോ? ആ നേതാവ് അങ്ങനെ ഖുർആൻ സ്വന്തം സ്വഭാവ രൂപീകരണത്തിന്റെ ഭാഗമായി സ്വന്തം ജീവിതത്തിലേക്ക് ഖുലുഖുഹു അൽ ഖുർആൻ, സ്വന്തം സ്വഭാവം ഖുർആനാക്കി മാറ്റി തീർത്തോ? ഇത് തന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത്. നമ്മുടെ സ്വഭാവം ഖുർആനാകുന്നു, നമ്മുടെ പ്രകാശം ഖുർആനാകുന്നു, നമ്മുടെ മാർഗദർശി ഖുർആനാകുന്നു, നമ്മുടെ ഇമാമ ഖുർആനാകുന്നു, അവലംബിക്കുന്നത് ഖുർആനാകുന്നു, നമ്മുടെ ശുപാർശകൻ ഖുർആനാകുന്നു, നമ്മുടെ വഴികാട്ടി ഖുർആനാകുന്നു, നമ്മുടെ ഭരണഘടന ഖുർആനാകുന്നു, നമുക്ക് ശിഫ ഖുർആനാകുന്നു, നമ്മുടെ അവലംബം ഖുർആനാകുന്നു. അങ്ങനെ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖുർആനിന്റെ പേരിൽ ആര് മുതലെടുപ്പ് നടത്തുമ്പോഴും നമ്മളവിടെ പ്രതിരോധിക്കാനുണ്ടാകും. കാരണം ഖുർആനിന്റെ അഹ്ലുകാര് ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹം കച്ചവടത്തിന് വേണ്ടിയായിരുന്നില്ല, ഖുർആൻ ഓതി പണം പോക്കറ്റിലാക്കാൻ വേണ്ടിയല്ല. മരിച്ചെടുത്ത് മാത്രം ഖുർആൻ ഓതാ, ഖത്തമോതാൻ വേണ്ടി കബറുംവരയിലേക്ക് പോവുക, യാസീനോതാൻ വേണ്ടി ഇത്തരം രൂപത്തിലുള്ള ചാർട്ടുകൾ ഉണ്ടാക്കുക. നിങ്ങൾ മക്കാമുകളുടെ അവിടത്തേക്ക് ലഭിക്കുന്ന വരുമാനത്തിനുള്ള റെസീറ്റ് ബുക്ക് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ? ഇതൊരു ഖബറിലേക്ക് കൊടുക്കുന്ന, എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പകരം തരുന്ന ഒരു റെസീറ്റ് ബുക്കാണിത്. ഈ റെസീറ്റിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കൊടുക്കുന്ന തുണി, നിങ്ങൾ കൊടുക്കുന്ന പട്ട്, നിങ്ങൾ കൊടുക്കുന്ന മുട്ട, നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിരിയും പടന്നയും പിക്കാസും, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ഒടുങ്ങാക്കാട് മക്കാമിൻ്റെ റെസീറ്റാണിത്. ഇതേ വരുമാനത്തിലേക്കാണ് നിങ്ങൾ ഓതുന്ന യാസീനിനെ എഴുതി വച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, യാസീന്, ഖത്തം, പടന്ന, പരുത്തി, മുട്ട ഒക്കെ ഒരേ കോളത്തിലാ, എല്ലാറ്റിനും ഒരേ റേറ്റാ, എല്ലാറ്റിനും ഒരേ പണമാ. കാരണം യാസീനിന് ഇത്ര പൈസയാണ്, ഖത്തത്തിന് ഇത്ര പൈസയാണ്, മുട്ടയ്ക്ക് ഇത്ര പൈസയാണ്. അതങ്ങോട്ട് കൊടുത്താൽ മതി, റെസീറ്റ് ഇങ്ങോട്ട് തരും. അപ്പൊ എല്ലാം ബിസിനസ്സാക്കി മാറ്റിമറിച്ചവര് ഖുർആനോത്ത് ബിസിനസ്സാക്കി മാറ്റി, സ്വലാത്തിനെ ബിസിനസ്സാക്കി മാറ്റിയില്ലേ പ്രിയമുള്ളവര്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ എത്ര തവണ സ്വലാത്ത് ചെല്ലണം? അതിന് എണ്ണം ക്ലിപ്തമാണോ? അല്ലല്ലോ. നമ്മുടെ കരളിന്റെ കഷ്ടത്തോട് നമുക്കുള്ള സ്നേഹം പോലെ മറ്റാർക്കെങ്കിലും സ്നേഹമുണ്ടോ? മുടിപ്പള്ളി ഉണ്ടാക്കാൻ വന്നവര് മുടിവെള്ളത്തിനെ ചൂഷണം ചെയ്തെടുത്തുകൊണ്ട് മുടിപ്പള്ളിക്ക് വേണ്ടി 1000 രൂപയുടെ കൂപ്പൺ അടിച്ചപ്പോ കേരളീയ സമൂഹത്തിലെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായതിനെ എതിർത്തത് എന്തുകൊണ്ടാ? മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ ആ സ്നേഹത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണ് സലാത്തിന്റെ വക നേർച്ചപ്പെട്ടി ഉണ്ടാക്കിയത്, സലാത്തിനെ വാർഷികങ്ങളിലേക്ക് ഒതുക്കിയത്, സലാത്തിനെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നഗറുകളുണ്ടാക്കിയും വാർഷികങ്ങളുണ്ടാക്കിയും ആളുകളെ കൊണ്ടുപോയത്, എന്നിട്ട് പണച്ചാക്കുകൾ തിരിച്ചു കൊണ്ടുപോയത്.
നമുക്കിവിടെ ഒന്നേ പറയാനുള്ളൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് അതിനെയും കച്ചവടം ചെയ്തു, ദിക്റിനെ കച്ചവടം ചെയ്തു. ഹൽക്കയുണ്ടാക്കി, വാർഷികമുണ്ടാക്കി, നേർച്ചപ്പെട്ടിയുണ്ടാക്കി വരുമാനമുണ്ടാക്കാൻ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നവർ ഖുർആനിനെ ഈ രൂപത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് മനസ്സിലാക്കുന്നതിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവരും കൂട്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ, ഖുർആനിനെ കൂട്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ, അന്വേഷണാത്മക ബുദ്ധിയോടുകൂടി ഖുർആൻ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയുവാനും തിരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, കബറിടത്തിലേക്ക് പോകുന്ന ആളുകളെ കബറിടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുറത്തിറക്കുന്ന നോട്ടീസുകളിൽ ഖുർആനിലില്ലാത്ത ആയത്ത് കൊടുത്താൽ അത് ഖുർആനില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്നത് ആരുടെ ബാധ്യതയാണ്? നമ്മുടെ ബാധ്യതയാണ്. ഇതൊരു റൂസിൻ്റെ പരസ്യത്തിനുള്ള നോട്ടീസാണ്. ഈ നോട്ടീസിൻ്റെ തുടക്കത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ വിജനമായ ഒരു സ്ഥലത്ത് ആരുടെയും സഹായമില്ലാതെ വിഷമപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ റസൂലിനോടും ഔലിയാക്കളോടും എന്നെ സഹായിക്കുവിനെന്നവൻ പറയട്ടെ, തീർച്ചയായും സഹായം ലഭിക്കുന്നതാണ്. ബ്രാക്കറ്റിൽ വീക്കു എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനാണ് നിങ്ങളോട് പറയുന്നത്. എന്ത്? പ്രയാസപ്പെട്ടുന്ന സഹായമില്ലാത്തൊരവസ്ഥയിലെത്തിയാൽ ഔലിയാക്കളെ വിളിച്ചോളിന്ന്. ഇത് ഏത് ഖുർആനാണ്? ഇത് ആർക്കവതരിച്ച ഖുർആനാണ്? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൈമാറി തന്ന ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തില്ലല്ലോ. പിന്നെ ഉറൂസിന്റെ പരസ്യത്തിന് ഇത് കൊടുത്തതിന്റെ താല്പര്യം എന്താ? വീക്കൂന്ന് കൊടുത്താൽ ഉറൂസിലേക്ക് ആള് വരണം, ഇത് ഖുർആനാങ്ങളോട് പറയുന്നത് എന്ന് പറയണം. എന്നിട്ട് ഈ ഉറൂസിന്റെ അവസാനത്തിൽ ആളുകളോട് പറയുന്നത് എന്താണെന്നറിയുമോ? ആരെന്ത് ചോദിച്ചാലും ഇദ്ദേഹത്തിന്റെ ദർബാറിൽ നിന്ന് ആരെന്ത് ചോദിച്ചാലും അത് ലഭിക്കും. ആരെന്ത് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അത് ഏത് മതത്തിലുള്ളവരായാലും ഈ ദർബാറിൽ വന്ന് അവരുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും അകറ്റുന്നു. ഇദ്ദേഹത്തിൻ്റെ ദർബാറിൽ വന്നിട്ട് സന്താനത്തെ വാങ്ങുന്നത് അവർക്ക് സന്താനത്തെ ലഭിക്കും. അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ശഫയാകും. അപ്പം ആരിവിടെ വന്നാലും തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലും ഈ കബറിടത്തിൽ വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പഠിപ്പിക്കേണ്ടത് ഇസ്ലാമിൻ്റെ ബാനറിലെ ചെലവാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആനിനെ കൂട്ടുപിടിച്ചത്. പ്രിയമുള്ളവരെ, തിരുത്തേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഖുർആൻ പഠിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. ഇത്തരം നോട്ടീസുകൾ, ഇത്തരം പ്രഖ്യാപനങ്ങൾ, ഇത്തരം പ്രചാരങ്ങൾ പാവപ്പെട്ട ആളുകളെയല്ലേ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഖുർആൻ എന്തെന്നറിയാത്ത, അത് പഠിക്കാൻ സാഹചര്യം ലഭിക്കാത്ത അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അവരിലേക്കാണ് ഈ നോട്ടീസുകൾ പ്രവഹിക്കുന്നത്. അവരിലേക്കാണ് ഈ കച്ചവടത്തിൻ്റെ കണ്ണുള്ള ആളുകൾ, ഇത്തരം മതവാണിഭക്കാർ ആളുകളെ ചൂഷണം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ കച്ചവടം ചെയ്യാൻ വിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഖുർആനിനെ സമീപിക്കുന്നത് സ്വന്തം ജീവിതത്തിലേക്കുള്ള വെളിച്ചമായിട്ടാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ഇത് തിരിച്ചറിയുവാനും ഇത് തിരുത്തുവാനും ഇത് ജനങ്ങൾക്കിടയിലേക്ക് തിരുത്തി പറഞ്ഞു കൊടുക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം പിശാചവന്റെ പണി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വേറെയും നോക്കൂ നിങ്ങൾ, നബിദിനാഘോഷത്തിൻ്റെ പേരിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പതിച്ചിരിക്കുന്നൊരു നോട്ടീസാണിത്. ഈ നോട്ടീസിൽ നബിദിനാഘോഷം ഇസ്ലാമികം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വീക്കു എന്ന് പറഞ്ഞിട്ടൊരു ആയത്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോളൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ റഹ്മത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ബ്രാക്കറ്റിൽ വീക്കു. ഖുർആനിൽ ഏതായത്താ ഇങ്ങനൊരായത്തുള്ളത്? മുഹമ്മദ് നബിയെ കൊണ്ട് ജനങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് 6000 ചില്ലാനം ആയത്തുകളിൽ ഒരൊറ്റ ആയത്തിൽ പോലും പറയുന്നില്ല, ഒരായത്തിൽ പോലും പ്രതിപാദിക്കുന്നില്ല. എന്നിട്ടും മനസ്സാക്ഷിയില്ലാത്ത, ഖുർആനിനോട് കൂറില്ലാത്ത, മതം കച്ചവടം ചെയ്യുന്ന, അതല്ലെങ്കിൽ മുടിപ്പള്ളി ഉണ്ടാക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പോലും മഹബത്തിനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, ദിക്റിനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, സ്വലാത്തിനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, ഖബർ സിയാറത്തിനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ പേരിലുള്ള ഖുർആനിനെ പോലും കച്ചവടം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇല്ലാത്ത ആയത്തെടുത്തു കൊടുത്തുകൊണ്ട് ഇത് ഖുർആനാണെന്ന് പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, ഖുർആനിനെ നെഞ്ചേറ്റുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണഘടനയാണെന്ന് പറയുന്നതോടൊപ്പം ഖുർആനിൻ്റെ പേരിൽ കടന്നു വരുന്ന കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഖുർആനല്ലെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഖുർആനിനെ സമീപിക്കുന്നത് പലപ്പോഴും മരണ വീടുകളിലാണ്.
എന്നിട്ട് പറയുന്നതോ എന്താ ഖുർആനല്ലേ ഓതിക്കൂടെ എന്നാണ്, എന്താ ദിക്റല്ലേ ചൊല്ലിക്കൂടെ എന്നാണ്, എന്താ സ്വലാത്തല്ലേ ചൊല്ലിക്കൂടെ എന്നാണ്. ഒക്കെ നല്ലതിൻ്റെ ബാനറിലെ യഥാർത്ഥത്തിൽ ബിദ്അത്ത് കടന്നു പോവുകയുള്ളൂ എന്ന് തിരിച്ചറിവുള്ള ആളുകൾ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തും, സ്വാഭാവികമാണ്. പക്ഷെ ഇസ്ലാം ഏതൊരു പുണ്യകർമ്മത്തിനും ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം മറികടന്നാൽ അത് അനാചാരമാണ്, അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, മാ തറക്തു മിൻ ശൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നത്തി ഇല്ലാ ഖദ് ഹദ്ദത്തുക്കും ബിഹി. നമ്മൾ മതം കൊണ്ട് നടക്കുന്നത് എന്തിനാ? നമ്മൾ ഇസ്ലാം കൊണ്ട് നടക്കുന്നത് എന്തിനാ? നമ്മൾ മതവിശ്വാസികളാണെന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ ഖുർആൻ സ്വീകരിക്കുന്നത് എന്തിനാ? മരലോകത്ത് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിലെത്താനാണ്. എല്ലാ അമലുകളും അതിനു വേണ്ടിയാണ്, എല്ലാ പുണ്യകർമ്മങ്ങളും അതിനു വേണ്ടിയാണ്. പക്ഷേ മതമാണെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അല്ലെങ്കിൽ അവിടുന്ന് പരിചയപ്പെടുത്തിയ ദീനുമായി ബന്ധമില്ലെങ്കിലോ, അവിടുന്ന് പഠിപ്പിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ല്ലെങ്കിലോ അത് സ്വർഗത്തിലെത്തുകയില്ല. കാരണം അത് സ്വർഗത്തിലെത്തിക്കുന്ന ഏർപ്പാടാവുകയില്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലപ്പോഴും എല്ലാ ബിദ്അത്തുകളെയും ചെലവാക്കുന്നത് ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, ദീനിന്റെ ബാനറിലാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ബിദ്അത്തിന്റെ കക്ഷികള്, അന്ധവിശ്വാസത്തിന്റെ കക്ഷികള്, മതവാണിഭക്കാര്, മതത്തിന്റെ പൊയ്മുഖമണിഞ്ഞുകൊണ്ട് പലപ്പോഴും നടമാടുന്ന ഏർപ്പാടുകൾ നമ്മൾ കാണണം. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടില് ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് മരിച്ചു. നമ്മുടെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കരിക്കുവാൻ ഭാര്യയും മക്കളുമൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോഴേക്ക് മയ്യത്തുമെടുത്തവർ കടന്നു കളഞ്ഞു. നോക്കൂ നിങ്ങൾ, കടന്നു കളഞ്ഞു. നിസ്കരിക്കാനുള്ള ഒരു 2 മിനിറ്റ് പോലും അനുവദിക്കാതെ മയ്യത്തുമായി എടുത്തു പോകുന്ന ആളുകളുടെ മാനസിക അവസ്ഥ എന്താ? സ്വന്തം ഭർത്താവ് മുമ്പിൽ മയ്യത്തായി കിടക്കുമ്പോൾ, സ്വന്തം പിതാവ് മുമ്പിൽ മയ്യത്തായി കിടക്കുമ്പോൾ പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും അനുവാദം കൊടുക്കാത്ത ഈ കൂട്ടര് സമുദായത്തെ നശിപ്പിക്കുകയല്ലേ, മതത്തെ നശിപ്പിക്കുകയല്ലേ, പടച്ചവന്റെ ദീനിനെ നശിപ്പിക്കുകയല്ലേ? പ്രിയമുള്ളവരെ, ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചവരാരൊക്കെയാ? അതിൽ സ്ത്രീകളുണ്ടായിരുന്നില്ലേ? അതിൽ പുരുഷന്മാരുണ്ടായിരുന്നില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് സഹാബികളുടെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ കാണുന്നില്ലേ? ഇവര് തന്നെ എഴുതി വെച്ച പല പ്രസിദ്ധീകരണങ്ങളിലും മരണപ്പെട്ട വീട്ടുകാരോട്, അവിടുത്തെ സ്ത്രീകളോട് കരഞ്ഞ് വിലപിച്ച് ബോധം കെട്ട് കിടക്കാതെ നിങ്ങൾ നമസ്കാരത്തിന് തയ്യാറാകണമെന്ന് എഴുതി വെച്ച ഇവരുടെ പുസ്തകങ്ങളും ഇവരുടെ പ്രസിദ്ധീകരണങ്ങളും ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഏത് ഇബ്ലീസാ ഇപ്പൊ ഇവരോട് പറഞ്ഞു കൊടുത്തത് മയ്യത്ത് നിസ്കാരം പെണ്ണുങ്ങൾക്ക് വേണ്ടാന്ന്? ആ ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത മതവുമായി നടക്കുന്ന, ശൈത്താന്റെ വഹിയുമായി നടക്കുന്ന, കേരളത്തിലെ മതം പൊളിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഈ സമുദായ വഞ്ചകരെ, ആത്മീയ കച്ചവടക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഖുർആൻ നെഞ്ചിലേക്ക് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ വെളിച്ചമായി സ്വീകരിക്കുന്ന നമുക്കാരെയും ഭയപ്പെടാനില്ല. അള്ളാഹു സ്വയം ഉദാഹരിച്ച ആകാശഭൂമികളുടെ പ്രകാശമായ പടച്ചവൻ, ആ പടച്ചവനെ സ്വന്തം ജീവിതത്തിലേക്ക് വെളിച്ചമായി സ്വീകരിച്ചാൽ അന്ധവിശ്വാസങ്ങളുടെ സകല ഇരുട്ടുകളെയും നമ്മൾ വകഞ്ഞു മാറ്റണം. നമ്മളോട് ചിരിക്കാത്തവരും നമ്മളെ സഹായിക്കാത്തവരും നമ്മളോട് കാണുമ്പോൾ സലാം പറയാത്തവരുമൊന്നും നമുക്കൊരു ഭയമുള്ള കക്ഷികളായിരിക്കരുത്. അള്ളാഹുവാണ് നമ്മുടെ മുമ്പിലുള്ളത്, അവൻ്റെ വേദഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ചിന്തയോടുകൂടി ജീവിക്കുമ്പോൾ നാം കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും, കൂടുതൽ പരലോകത്തേക്ക് ഏത് സമയത്തും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. കാരണം നാം മറ്റൊരാളെയും ഭയപ്പെടുന്നവരായിരിക്കില്ല. ആ ഒരു വെളിച്ചത്തിൻ്റെ, ആത്മാവിൽ സ്വീകരിച്ച പ്രകാശത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പായതുകൊണ്ട് ഒരുപാട് പ്രഭാഷണത്തിന് പ്രസക്തിയില്ല. പഠിതാക്കളായ ആളുകളുടെ അനുഭവം പങ്കുവെക്കുന്ന സെഷനാണ് അടുത്തത് വരാൻ പോകുന്നത്. എത്രയോ പഠിതാക്കൾ അവരുടെ അനുഭവം പങ്കുവെക്കുന്നതും
പരീക്ഷയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കുന്നതുമൊക്കെ മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. കാരണം ഇവിടെ നേരത്തെ നന്ദി പറയുന്ന ആൾ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും അലമാരകൾക്ക് അലങ്കാരമായി കൊണ്ടുവെക്കപ്പെട്ടിട്ടുള്ള തഫ്സീറുകൾ അത് മറിച്ചു നോക്കി കൃത്യമായി പരിശോധിച്ചറിയുവാൻ ഒരു പ്രചോദനം വേണമെന്നുള്ളതാണ് ഇതിൻ്റെ പരീക്ഷയും അതിൻ്റെ സമ്മാനവും പരീക്ഷാനുഭവങ്ങളുമൊക്കെ പലരെയും പ്രേരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അതൊരു പുണ്യകർമ്മമാക്കി നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി ശഫാഅത്ത് പറയുന്ന രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. ആ രൂപത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖുർആൻ വെളിച്ചമായി സ്വീകരിച്ച് ഖബറിലെത്തുമ്പോൾ ഞാൻ ഖുർആനിനെ പിൻപറ്റി ജീവിച്ചുവെന്ന് പറയാൻ സാധിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അനുകൂലമായി ശഫാഅത്ത് പറയുന്ന ഖുർആൻ നമുക്ക് അനുഗുണമായി ശഫാഅത്ത് പറയുന്ന രൂപത്തിൽ അള്ളാഹു ഖുർആനിനോടുള്ള നമ്മുടെ സമീപനമാക്കി തീർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൗഢഗംഭീരമായ ക്ലാസ് നിർവഹിച്ച മമ്മൂട്ടി മുസ്ലിയാർക്ക് സംഘാടക സമിതിയിൽ നന്ദി അറിയിക്കുകയാണ്.